അതെ, എന്താ? ആ ഡിഷ് മുഴുവൻ നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാൻ പോവാ? ഞാൻ ഒറ്റയ്ക്ക് കഴിക്കോ അതെ വേറെ ആർക്കെങ്കിലും കൊടുക്കുവോ? അതിന് നിനക്കെന്താടാ? അയ്യോ, അത്ര എണ്ണ എന്തിനാ? എത്രയായാലും നിനക്കെന്താ? ഇതെന്റെ ഡിഷാ. അങ്ങനല്ല ഇളയമേ, അല്ലെങ്കിൽ തന്നെ വീട്ടിലെ സാധനങ്ങൾ കുറവാ. അതുമാത്രമല്ല കുട്ടികൾക്ക് സ്കൂൾ ഫീസും അടയ്ക്കാനുണ്ട്. കുറേശ്ശെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചൂടെ ഇളയമേ? എന്തോന്ന് കുറേശ്ശേ? അപ്പൊ നീ എന്താ പറയുന്നേ? ആഹാരം പോലും ശരിക്ക് തരില്ലേ? വയറ് ഫുള്ളായിട്ട് കഴിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല? പിച്ചക്കാർക്ക് കൊടുക്കുന്നത് പോലെ ആൾക്കാർക്ക് എണ്ണിപ്പെറുക്കി കൊടുക്കുവല്ലേ? ഭാവനച്ചി ആ ഉദ്ദേശത്തോടെ പറഞ്ഞതല്ലേ ഇളമ്മേ? പിന്നെ എന്ത് ഉദ്ദേശാ പറഞ്ഞത്? ഇവിടെ ഒരു കുറവും വരുത്തില്ലാന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പൊ അതില്ല ഇതില്ല കുറേശ്ശെ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ? കഴിവില്ലാത്തവരെന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? മുതിർന്നവരായ ഇളയമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? വീട്ടിലെ അവസ്ഥ എന്താണെന്ന് ഇളയമ്മയ്ക്ക് അറിഞ്ഞൂടെ? ഫീസ് അടച്ചില്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് കയറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് അത്രയൊക്കെ ഫീസും കൊടുത്ത് കുട്ടികളെ എന്തിനാ കോർപ്പറേറ്റ് സ്കൂളിലേക്ക് പഠിക്കാൻ വിടുന്നേ? ഗവൺമെന്റ് സ്കൂളിൽ അയച്ചാ പോരെ? ഫീസ് അടയ്ക്കേണ്ട ആവശ്യമേ വരില്ല. എന്തൊക്കെയാ പറയുന്ന കാർത്തികേ? കുട്ടികളുടെ പഠന കാര്യത്തിൽ പോലും കുട്ടികളുടെ പഠിത്തത്തിലായാലും ശരി വലിയവരുടെ ആഹാര കാര്യത്തിലായാലും ശരി ഉള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നമുക്കെന്തിനാ? ക്കും വസ്തുവിനും കൊടുക്കാനല്ലാതെ കൈനീട്ടി വാങ്ങിക്കാൻ അറിയില്ല കാർത്തികേ. ഈ വർത്തമാനത്തിനൊന്നും ഒരു കുറവുമില്ല. ആവശ്യം മാറ്റി വെച്ച് പേരെടുക്കുന്ന എന്തിനാ? ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന എന്തിനാ? പേരും പ്രശസ്തി ഉണ്ടായാൽ മാത്രം പോരാ, അവസാനം എല്ലാരും കൂടി പിച്ച എടുക്കേണ്ടി വരും. ഞാൻ ഓഫീസിലേക്ക് പോവാ കാർത്തിക. ചെല്ല്, ഞാനും കൂടെ വരാം. ഇന്ന് ലഞ്ച് പുറത്ത് കഴിക്കാം. പൊയ്ക്കോ പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ. ഞാനേ മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കിയിട്ട് വരാം. എന്തു പറ്റി ഭാവനെ? ഓഫീസിൽ പോകുന്ന പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന എന്തിനാ? വസു എടുത്തിയോടും ഭാവന എടുത്തിയോടും നീ എന്തിനാ കാർത്തിക അങ്ങനെ സംസാരിക്കാൻ പോയത്? സുമംഗലി ഇളയമേയും കാർത്തികയും അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലേട്ടാ. പാവം വസു എന്തുമാത്രം
എക്സാമിൽ ഫെയിൽ ആവുകയും ചെയ്യും. ഇല്ല മക്കളെ, നിങ്ങളെ ഉറപ്പായിട്ടും സ്കൂളിലേക്ക് ഞങ്ങൾ അയക്കും. ഫീസ് അടയ്ക്കാതെ അവൻ എങ്ങനെയാ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നേ? പാവാവി പണത്തിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ആർക്കു വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? എല്ലാം നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മളല്ലേ ചോദിക്കേണ്ടത്. ഓരോ കാര്യത്തിനും എന്തിനാ കാർത്തിക വഴക്കൂടുന്നേ? ചിലത് കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞ് വിടണം. നിനക്കെന്തോ പറ്റിയിട്ടുണ്ടാക്കിയിൽ. അയ്യോ, തോരൻ റെഡിയായി. ഇനി ഇത് ഓഫീസ് കൊണ്ടുപോയി എന്റെ രാജാവിന് വാരിക്കൊടുത്താ ഉറപ്പായിട്ടും ഞങ്ങളുടെ കല്യാണം തന്തുനാന. ഏട്ടൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടും വസു അഭിയും വേണ്ടെന്ന് പറഞ്ഞു. ഇനി കാശിന് അവരെന്ത് ചെയ്യുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അത് അവരുടെ പ്രോബ്ലം, നമ്മുടെ പ്രോബ്ലം അല്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ആവശ്യമില്ലാതെ നീ നല്ലവനാകാൻ ശ്രമിക്കണ്ട. എവിടെന്നെങ്കിലും അഭിയേട്ടൻ പണം കൊണ്ടുവന്ന് കൊടുത്തോളൂ അഖിൽ. അനു, കീർത്തി, ഉണ്ണി സ്കൂളിൽ പോകാൻ റെഡിയായോ? റെഡിയായി അച്ഛാ. അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്ന് ഞങ്ങളുടെ സ്കൂൾ ഫീസ് അടയ്ക്കുവോ അച്ഛാ? തീർച്ചയായിട്ടും അടയ്ക്കാം. വസുന്ധര, ദാ കുട്ടികളുടെ ഫീസ് അടയ്ക്കാം. എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടാ? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോ വരെ. അമ്മേ, ഞങ്ങളുടെ ലഞ്ച് ബോക്സ് എടുത്തു വെക്കേ. ഇപ്പൊ എടുത്തു വെക്കാം. ഓഫീസിൽ പോവാൻ സമയമായി. ഡിസൈൻ ചെയ്ത പേപ്പർ എടുക്കാൻ മറന്നു. അതൊന്ന് എടുത്തിട്ട് പോവാം. അഭിച്ചേർത്തൻ വലിയ ആള് തന്നെ. എങ്ങനെയോ കുട്ടികളുടെ ഫീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ പണം കൊണ്ടുപോയിട്ട് സ്കൂൾ ഫീസ് കെട്ടിയ കുട്ടികൾ സ്കൂളിലേക്ക് പോവും. അഭിക്കും വസുവിനും പിന്നെ ടെൻഷനേ കാണില്ല. ഈ പണം ഞാൻ തട്ടിയെടുത്താലോ കുട്ടികൾ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അഭിയുടെ വസുവിന്റെ മുഖത്ത് പിന്നെ സന്തോഷം ഉണ്ടാവില്ല. അതല്ലേ എനിക്ക് ആവശ്യം. മുഴുവൻ മോഷ്ടിച്ചാൽ സംശയം ഉണ്ടാകും. അതുകൊണ്ട് പകുതിയെടുക്കാം. അമ്മുമ്മ നമ്മുടെ ഫീസിന് കൊടുത്ത പണം മോഷ്ടിക്കുവാ. ഒച്ചത്തി പറയരുത് ഞാനോ. ഇനി സ്കൂൾ ഫീസ് എങ്ങനെ അടയ്ക്കും? നമുക്ക് അച്ഛനോട് പറയാം. വേണ്ട, അച്ഛനോട് പറഞ്ഞാ അമ്മുമ്മയ്ക്കത് വിഷമാവും. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കളയും. ഇപ്പൊ നമുക്ക് എങ്ങനെയാ ഫീസ് അടയ്ക്കാൻ കഴിയാ? ഫീസ് അടച്ചില്ലെങ്കിലേ നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയില്ല. അമ്മമ്മയുടെ കയ്യിൽ നിന്ന് നമ്മുടെ കാശ് തിരികെ വാങ്ങാൻ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ആലോചിക്കാം. ഐഡിയ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. വസുന്ധര, ആ? കുട്ടികളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഫീസ് അടച്ചിട്ട് വന്നാൽ മതി. ഞാൻ ഇറങ്ങുവാണേ. ഒരു മിനിറ്റ് അച്ഛാ, ഞാന് ഒരു മാജിക് പഠിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. മാജിക്കോ? ഇപ്പൊ എന്തിനാ മാജിക് ഒക്കെ ഉണ്ണി? സ്കൂളിൽ പോകാൻ ടൈം ആയില്ലേ? വൈകിട്ട് കാണാം ഉണ്ണി. ഇപ്പൊ ലേറ്റ് ആവില്ലേ? ഇല്ല വല്യച്ഛ, 2 മിനിറ്റ് അത്രേ ഉള്ളൂ. ഈ മാജിക് നല്ല മാജിക്കാ, എല്ലാരും കാണണം.
അമ്മമ്മേ ആ അമ്മമ്മയെ കാണണം. എന്താടാ എന്താ കാണണ്ടേ? മാജിക് അമ്മമ്മേ. ഇപ്പൊ എന്റെ കയ്യില് അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത കാശിരിപ്പുണ്ട്. ഇത് ഞാൻ മാജിക് കൊണ്ട് കാണാതാക്കും. ആബ്രകഡാബ്ര 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 ഹുഷ്. വാവ്! ഇനി വീണ്ടും ആ കാശ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. എങ്ങനെയാ ഉണ്ണി? നമ്മുടെ വീട്ടിലുള്ള ഒരാളെ കൊണ്ട് ആ കാശ് ഞാൻ വീണ്ടും പുറത്തെത്തിക്കും. ഒരുപക്ഷെ ഞാൻ പണം മോഷ്ടിക്കുന്നത് ഇവനെങ്ങനെ കണ്ടു കാണൂ. ഇനി എന്റെ ബാഗിലുള്ള പണം എടുത്തു കൊടുക്കാൻ പറയൂ. എനിക്ക് ഓഫീസിൽ പോയാൻ സമയമായി, ഞാൻ പോട്ടെ. നിൽക്കാമേ. മാജിക് കണ്ടിട്ടേ പോവാൻ പറ്റൂ. 1 മിനിറ്റ് മതി. ആബ്രകഡാബ്ര ഓ ആബ്രകഡാബ്ര ഓ ആബ്രകഡാബ്ര ബൂ ആബ്രകഡാബ്ര ഓ. ഈ ബാഗ് എന്നെ അങ്ങോട്ട് ആകർഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കാശ് ഈ ബാഗിലുണ്ട്. എന്റെ ബാഗിൽ എങ്ങനെയാടാ പണം വരുന്നേ? മാജിക് കാരണം എന്റെ കയ്യിൽ നിന്ന് മറിഞ്ഞ് അമ്മമ്മയുടെ ബാഗിലേക്കാ കാശ് പോയി. അമ്മമ്മേ അതിങ്ങ് പുറത്തെടുത്താ. എന്റെ ബാഗിൽ പണമൊന്നുമില്ല ഉണ്ണി. എടുക്കമ്മേ, അമ്മൂമ്മയുടെ ബാഗിലാ പണമുള്ളേ. പെട്ടെന്ന് എടുക്കമ്മേ, ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഇവരെല്ലാരും കൂടി എന്നെ കുടിക്കല്ലോ. ഇവർ കുട്ടികളല്ല, കുട്ടിച്ചാത്തന്മാരാ. സത്യടാ ഉണ്ണി, എന്റെ ബാഗിൽ പണമുണ്ട്. നല്ല മാജിക്കാ നീ കാണിച്ചത്. വാവ്! ഓ നീ വലുതാകുമ്പോ വലിയ മാന്ത്രികനാകും. വലിയ മാജിക്കാ കാണിക്കുന്നത്. ഇതാ വെച്ചോ. അഖിൽ, കാർത്തികേ, വാ വാ, നമുക്ക് പോണ്ടേ? വാ, വേഗം വാ. ഉണ്ണി ചെറുക്കൻ സൂപ്പർ മാജിക്കാ കാണിച്ചതല്ലേ? തന്റെ കയ്യിലിരിക്കുന്ന പണം മായയിൽ മറിച്ച് ആന്റിയുടെ ബാഗിൽ നിന്ന് പുറത്തെടുത്തു. മാജിക് മണ്ണം കട്ടയൊന്നുമല്ല. കുട്ടികളുടെ ഫീസ് ഇളയമ്മ മോഷ്ടിച്ചു കാണും. ഇവര് മോഷ്ടിക്കുന്ന ഉണ്ണി കണ്ടു കാണും. ഇവര് നാണം കെടുത്തണമെന്ന് കരുതിയാ അവ മാജിക് കാണിച്ച് രക്ഷിച്ചത്. അങ്ങനെയാണോ ആന്റി? ആന്റി ഫീസ് അടയ്ക്കാനുള്ള പണം മോഷ്ടിച്ചോ? അത് കണ്ടുപിടിച്ചില്ലേ? പിന്നെ എന്തിനാ ഈ ഡിസ്കഷൻ? പണം തിരിച്ചു കൊടുത്തില്ലേ? വന്നേ വന്നേ വന്നേ. ഈ തള്ളയുണ്ടല്ലോ. എന്താ അനു ഈ പറയുന്നേ? അത് വെച്ചാ അമ്മൂമ്മ ഞങ്ങളുടെ സ്കൂൾ ഫീസ് മോഷ്ടിച്ചു. ആ കാര്യം അച്ഛനോട് പറഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് വിഷമമായി ഈ വീട്ടിൽ നിന്ന് പോവെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പറയണ്ടെന്ന് ചേട്ടനാ പറഞ്ഞത്.
അമ്മുമ്മ എല്ലാവരുടെ മുമ്പിൽ ഒരു കുറ്റവാളിയാക്കാൻ ആഗ്രഹിക്കാതെ മാജിക് എന്ന് പറഞ്ഞ് അമ്മുമ്മയെ നാണം കെടുത്ത് അത് രക്ഷിച്ചു. അമ്മമ്മ നമ്മളെയൊക്കെ വിട്ടിട്ട് പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല വല്യച്ഛ. നമ്മളെല്ലാരും ഒരുമിച്ചുണ്ടാവണം എന്നുള്ളത് അച്ഛന്റെ ആഗ്രഹമല്ലേ? നിനക്കുള്ള നല്ല ഗുണത്തിന്റെ ഒരു പകുതി പോലും ആ സുമംഗലി ഇളയമയ്ക്ക് ഇല്ലാതെ പോയി. നിന്റെ പ്രായത്തിൽ നീ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇത്രയും പ്രായമായ ഇളയമയ്ക്ക് മനസ്സിലാവുന്നേ ഇല്ല. അമ്മമ്മയുടെ മനസ്സ് വിഷമിക്കാതിരിക്കാനാ ഞാനങ്ങനെ പറഞ്ഞത് വല്യമ്മേ. അമ്മമ്മ മോഷ്ടിച്ച കാര്യം പുറത്തു പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ ഫീസും കിട്ടി. താങ്ക്സ് ഉണ്ണി. നമുക്ക് സ്കൂളിലേക്ക് പോവാം. താൻ ഓഫീസിലേക്ക് പൊക്കിയോ വസുന്ധര? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ്. കുട്ടികളെ ഞാൻ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാം. അവിടുന്ന് ഞാൻ ഓഫീസിലേക്ക് എത്തിക്കോളാം. പിന്നെ ഈവന്റ് വർക്കും അർജന്റാണെന്നല്ലേ പറഞ്ഞത്? പിന്നീട് ചിലപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയാലോ? ഞാൻ പോകുന്ന വഴിക്ക് എന്നെ കുട്ടികളെ ഡ്രോപ്പ് ചെയ്യേട്ടാ. ശരി, തന്റെ ഇഷ്ടം. എല്ലാവരും എത്തിയല്ലോ. കാർത്തിക് എന്താ വരാത്തത്? ഫോൺ ചെയ്തു നോക്കാം. ചന്ദ്രശേഖരൻ സാർ എന്തിനാ എനിക്ക് ഫോൺ ചെയ്യുന്നേ? അഖില് കണ്ടാ കുഴപ്പമാണ്. ആരാ കാർത്തിക? ഏതോ സ്പാം നമ്പറാണ് അഖിൽ. വന്നേ. കോൾ എടുക്കുന്നില്ലല്ലോ. എത്തിയോ? ഹലോ സർ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. സാറിനെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇന്നലെയല്ലേ വസു മേഡത്തിന്റെ വീട്ടിൽ കണ്ടത്? അത് സാറിനല്ലേ? എനിക്ക് എത്രയോ മാസങ്ങൾ, വർഷങ്ങൾ. എന്തോന്ന്? ഒന്നുമില്ല. ഇന്ന് നിങ്ങൾ ആഹാരം കഴിക്കരുത്. എന്തുകൊണ്ട് കഴിച്ചൂടാ? ഞാൻ കൊണ്ടുവന്ന ആഹാരം കഴിക്കണം. നിങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം? നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മുരിങ്ങക്കത്തോരൻ ഉണ്ടായി കൊണ്ടുവന്നിരിക്കുക. ലഞ്ച് സമയത്ത് ഞാൻ തന്നെ കൈകൊണ്ട് വിളമ്പിത്തരാം. അടുത്തിരുന്ന് എന്റെ കൈകൊണ്ട് ഞാൻ വാരിത്തരാം. കഴിക്ക് സാർ. കഴിക്ക്. ഈ മുരിങ്ങക്ക് കൂടി. ഇനി കുറച്ചുകൂടെ. അയ്യോ സാർ, ഇനി കുറച്ചുകൂടെ. കുറച്ചുകൂടെ കഴിച്ചാൽ മതി. കഴിക്ക് കഴിക്ക് കഴിക്ക്. ഇതോടെ ഇത് ഇങ്ങോട്ട് ഇരുന്നേ. ഒരു വാ കൂടി കഴിച്ചാ പോലെ. അയ്യോ, ആലോചിക്കുമ്പോ തന്നെ പേടിയാവുന്നല്ലോ. എന്താ സാർ, ലഞ്ച് ടൈം എപ്പോഴാ വരുന്നതെന്ന് കാത്തിരിക്കുകയാണോ സാർ? നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നിയത്? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കഴിക്കാം സാറേ. അയ്യോ വേണ്ട വേണ്ട, രാവിലെ തന്നെ എങ്ങനെയാ ലഞ്ച്? ചെന്ന് ജോലി നോക്കിക്കോ. അമ്മോ, ഹായ് കാർത്തികേ. ഹലോ സാർ.
ഈ ഡ്രസ്സിൽ നീ വളരെ ഭംഗിയായിരിക്കുന്നു. ഇന്ന് നീ വളരെ സുന്ദരിയായിരിക്കുന്നു. ഇയാൾ ഇന്നും എന്തെങ്കിലും പറയൂ കാർത്തികേ. സാർ, എന്താടാ? സാറിനെ വസുമയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. വേഗം വരണമെന്ന് പറഞ്ഞു. എന്നെ വിളിക്കുന്നു? എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത്? ആ കാശിന്റെ കാര്യത്തിനായിരിക്കും വിളിക്കുന്നത്. ഇപ്പൊ എന്താ ചെയ്യുക? ബസു എന്തിനാ സാർ സാറിനെ വിളിക്കുന്നേ? അവള് നിങ്ങളെ ഇവിടെ ഭരിക്കാൻ നോക്കുകയാണല്ലേ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടേ പറ സാറേ, അവളെ അങ്ങ് തീർക്കാം. സത്യ സാറേ, സാറത് പറഞ്ഞേ, ഞാൻ ശരിയാക്കാം. ആ വസുവിനെ എനിക്ക് പോലും കൊല്ലാൻ പറ്റുന്നില്ല, പിന്നെയാണ് നീ. വസു മേഡത്തിനോട് ഞാൻ സംസാരിച്ചിട്ട് വരട്ടെ. ഓക്കെ സാർ, ഐ എം വെയിറ്റിംഗ്. സുമംഗലി മാഡം, ആ ചന്ദ്രശേഖർ സാറോട്ട് എന്താ പരിപാടി? അല്ല, വസുവിനെ ചന്ദ്രശേഖര സാറ് കൊല്ലാൻ പോകുന്ന കാര്യം ഇവരോട് പറയണോ വേണ്ടയോ? മാത്രമല്ല, ഈയിടെയായിട്ട് അഖിലിന്റെ സ്വഭാവത്തിന് മാറ്റമുണ്ട്, ഇവരോട് പറയണ്ട. ഓഫീസ് വിഷയമാണ് സാർ, പേഴ്സണൽ ആയിട്ടൊന്നുമില്ല. ആന്റി എന്തോ മറയ്ക്കുന്നുണ്ട്. അതെന്താന്ന് കണ്ടുപിടിക്കണം. വസുവേട്ടത്തി എന്തിനാ ചന്ദ്രശേഖരൻ സാറിനെ വിളിപ്പിച്ചത്? ഗുഡ് മോർണിംഗ് മാഡം. ആ, ഇരിക്കൂ. ഇവള് പറഞ്ഞിട്ടിരിക്കേണ്ട അവസ്ഥ പോലും എനിക്ക് വന്നിരിക്കുന്നു. എല്ലാം ചേച്ചി കാരണമാ. പറയൂ മാഡം. നിങ്ങളാണ് പറയേണ്ടത്. ആ 25 ലക്ഷം രൂപ എവിടെ? ഏത് 25 ലക്ഷം മാഡം? നിങ്ങൾ എഴുതി വെച്ച കണക്കില് അതിൽ ഉൾപ്പെടാത്ത 25 ലക്ഷം രൂപ. ആ പണം നിങ്ങൾ എന്ത് ചെയ്തു? ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ചെലവാക്കിയോ? അതല്ല, നിങ്ങൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? എന്താ ഈ പറയുന്നത് മാഡം? എന്നെ കള്ളനാക്കുകയാണോ? ഇതെന്റെ ചേട്ടന്റെ കമ്പനിയാ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് എന്റെ കമ്പനിയാ. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ മോഷ്ടിക്കുവോ? നിങ്ങളാണ് മോഷ്ടിച്ചത് എന്നെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ പണത്തിന് എന്ത് സംഭവിച്ചെന്നാ ഞാൻ ചോദിച്ചത്. ഇങ്ങ് നോക്കൂ മാഡം, മാഡം ഇപ്പൊ വന്നതേയുള്ളൂ. ഞാൻ ഈ കമ്പനി തുടങ്ങിയപ്പോൾ മുതലേ ഉള്ളതാ. അന്നു മുതൽ ഈ നിമിഷം വരെ 1 രൂപയുടെ ഡിഫറൻസ് പോലും വന്നിട്ടില്ല. അപ്പൊ പിന്നെ ഇപ്പോഴെങ്ങനെയാ ഡിഫറൻസ് വന്നത്? അതിപ്പോ അത് നിങ്ങൾ എഴുതിയ കണക്ക് തന്നെയല്ലേ, അതോ ഇനി മറ്റാരെങ്കിലും എഴുതിയതാണോ? ഞാൻ തന്നെ എഴുതിയത്. ഈ കൈകൊണ്ട് തന്നെ എഴുതിയത്. അന്നം കഴിക്കുന്ന കൈയല്ലേ മേഡം ഇത്? ഈ കൈ കൊണ്ട് തെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഒരിക്കലും തെറ്റായ കണക്ക് ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ പിന്നെ ആ 25 ലക്ഷം രൂപ എന്ത് ചെയ്തു? ഇനി ഈ കമ്പനിക്ക് വേറെ എവിടെയെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഉണ്ട്. ഒന്ന് കമ്പനിയുടേത്, ഒന്ന് എന്റെ പേരിൽ. അപ്പോ കമ്പനിയിലെ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്കും വരാറുണ്ടോ? കമ്പനിയുടെ പണം എന്റെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നാണ് മാഡം പറയുന്നത്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിനെ പറ്റി ഇപ്പൊ എന്തിനാ പറഞ്ഞത്? ചില ലീഗൽ ഇഷ്യൂസ് കാരണം ചിലപ്പോൾ കമ്പനിയുടെ കാശ് എന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാറുണ്ട്. തിരികെ കമ്പനി അക്കൗണ്ടിൽ ഞാൻ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ഈ കാര്യം മാഡത്തിന് അറിയാമോ? ചേച്ചിയോട് പറയാതെ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. എന്ന് വെച്ചാ കമ്പനി അക്കൗണ്ടിൽ ഇല്ലാത്ത പണം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുമെന്ന്. അത് ലീഗൽ പ്രോബ്ലം ഉള്ളതുകൊണ്ടാ. എന്തോ എന്റെ അക്കൗണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. ആ 25 ലക്ഷം രൂപ
നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കും ഉണ്ടാവുക.